അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും പറയുന്ന ഒന്നാണ്, മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു റായത്തും കിട്ടുന്നില്ല, ഒരു സന്തോഷമില്ല. എന്ത് കാര്യത്തിനിറങ്ങിയാലും അതിൽ പല പ്രയാസങ്ങളും പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അതിനെ പറ്റിയ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് അവരുടെ അനുഭവം പങ്കുവെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ടത്, ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖിബിലക്ക് തിരിഞ്ഞ് അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ, യാ ആഖിറു യാ അള്ളാ എന്ന ഇസ്മ 100 പ്രാവശ്യം ചൊല്ലി അവരുടെ 2 കൈ കൂട്ടിപ്പിടിച്ച് കയ്യിലേക്ക് ഊതി ശരീരം മൊത്തം തടവുക. ഇങ്ങനെ കുറച്ച് നാൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും അതെല്ലാം നീങ്ങി അവർക്ക് റായത്തും സന്തോഷവും സമാധാനം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും പറയുന്ന ഒന്നാണ്, മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു റായത്തും കിട്ടുന്നില്ല, ഒരു സന്തോഷമില്ല. എന്ത് കാര്യത്തിനിറങ്ങിയാലും അതിൽ പല പ്രയാസങ്ങളും പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അതിനെ പറ്റിയ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് അവരുടെ അനുഭവം പങ്കുവെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ടത്, ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖിബിലക്ക് തിരിഞ്ഞ് അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ, യാ ആഖിറു യാ അള്ളാ എന്ന ഇസ്മ 100 പ്രാവശ്യം ചൊല്ലി അവരുടെ 2 കൈ കൂട്ടിപ്പിടിച്ച് കയ്യിലേക്ക് ഊതി ശരീരം മൊത്തം തടവുക. ഇങ്ങനെ കുറച്ച് നാൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും അതെല്ലാം നീങ്ങി അവർക്ക് റായത്തും സന്തോഷവും സമാധാനം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും പറയുന്ന ഒന്നാണ്, മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു റായത്തും കിട്ടുന്നില്ല, ഒരു സന്തോഷമില്ല. എന്ത് കാര്യത്തിനിറങ്ങിയാലും അതിൽ പല പ്രയാസങ്ങളും പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അതിനെ പറ്റിയ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് അവരുടെ അനുഭവം പങ്കുവെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് പറയുന്നത്.